ഹായ് ഗൈസ്, നമസ്കാരം. വിഷ്ണു ആണ്. അപ്പോൾ അതായത് നമ്മൾ ഇന്ന് ലോഡിങ് ഉണ്ടായിരുന്നു. രാവിലെ ഇന്നലെ ഒരു ലോഡാണ് നമ്മുടെ കയ്യിൽ ഇരുന്നത്. അത് നമ്മൾ കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്തു RSTയിൽ. അത് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നിന്ന് ഒരു ലോഡർ യൂണിറ്റ് എടുത്ത് രാവിലെ അൺലോഡിങ് ഉണ്ടായിരുന്നു. അൺലോഡിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ഒരു ലോഡിങ് പോയിന്റ് കിട്ടി. അപ്പോൾ ആ ലോഡിങ് പോയിന്റിൽ വന്നേക്കും കേട്ടോ. ലോഡിങ് പോയിന്റിൽ വന്ന് ലോഡിങ് കയറ്റി നമ്മൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോയി. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ഡ്രോപ്പിങ് നടക്കത്തില്ല. ഇനി ഏകദേശം ഒരു 4.25 മണിക്കൂറേ നമുക്ക് ഡ്രൈവിംഗ് ടൈം അല്ല, ഡ്യൂട്ടി ടൈം ബാക്കിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഡ്രോപ്പിങ് നടക്കത്തില്ല. പക്ഷേ നമുക്ക് മാക്സിമം അവിടെ ഓടി എത്താവുന്നത്രം എവിടെയാണോ എത്താൻ പറ്റുന്നത് അവിടം വരെ നമുക്ക് മാക്സിമം ഓടി എത്തിയിട്ട് കിടക്കാം. നാളെ രാവിലെ പോയി ഡ്രോപ്പ് ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി 6 മണിക്കൂറായി ഡ്രൈവിംഗ് ടൈം. 6 മണിക്കൂർ മീൻസ് 5 മണിക്കൂർ 47 മിനിറ്റുമായി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു 10 മണിക്കൂറാണ് ടോട്ടൽ ഡ്രൈവിംഗ് ടൈം ഉള്ളത്. അതിൽ ഒരെണ്ണം നമ്മൾ ഓൾറെഡി എടുത്തായിരുന്നു. അപ്പോൾ ഇനി ഒരെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് ഇന്ന് എടുക്കേണ്ടി വരും മിക്കവാറും. കാരണം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എടുക്കേണ്ടതൊക്കെ ആണെങ്കിൽ മാക്സിമം യൂസ് ചെയ്യാവുന്ന അത്രയും യൂസ് ചെയ്യാം. നമ്മൾ 13 മണിക്കൂർ ഡ്യൂട്ടി, 15 മണിക്കൂർ ഡ്യൂട്ടി, അതെല്ലാം മാക്സിമം എടുക്കാൻ പറ്റുന്നിടത്ത് എടുക്കുക, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നിടത്ത് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും എല്ലാം ആയിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ ഈ വഴി കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ വെറുതെ ഒന്ന് കാണിക്കാമെന്ന് തോന്നി, അങ്ങനെ വീഡിയോ എടുത്തതാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും എല്ലാം ഇട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന കണ്ടപ്പം 1-2 പേര് നമ്മളോട് ചോദിച്ച ഡൗട്ടാണ് ഈ മാപ്പ് ഏതാണ്, നമ്മളിത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഈ മാപ്പ് നമുക്ക് 2 എണ്ണമാണുള്ളത്. ഇത് രണ്ടും ഇരിക്കുന്നത് കമ്പനി ഫോണും കമ്പനി ടാബുമാണ് ഇരിക്കുന്നത്. ഇത് 2 കമ്പനിയുടെ ഐറ്റംസാണ്. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പ് വെറുതെ ഇടുന്നതേ ഉള്ളൂ, ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇട്ട് വെക്കുന്നതാണ്. കാരണം സിജിക്കാണ് നമ്മൾ ഫസ്റ്റ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ സിജിക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. കാരണം ഒന്നെങ്കിൽ ഒരു ട്രക്ക് ബാൻഡ് റോഡോ അല്ലെങ്കിൽ ബ്ലോക്കോ കാര്യങ്ങളോ വരിക, അല്ലെങ്കിൽ റോഡ് ക്ലോസിങ്, ഇതൊക്കെ വരുന്ന സമയത്ത് സിജിക്ക് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് സഡനായിട്ടൊരു ആക്ഷൻ എടുക്കേണ്ടി വരും ആ സമയങ്ങളിൽ. അപ്പം സിജിക്ക് അങ്ങനെ ഒരു സഡൻ ആക്ഷൻ എടുക്കത്തില്ല. ആ സമയങ്ങളിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യും. പലരും പല മാപ്പുകൾ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സുകളാണ്, അല്ലാതെ നമ്മളാരെയും ഇതാക്കുന്നതല്ല. പല മാപ്പുകൾ ഓരോരുത്തർക്കും കംഫർട്ടായിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പം ഗൂഗിൾ മാപ്പ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ആപ്പാണ്. കാരണം ഗൂഗിൾ മാപ്പിൻ്റെ യൂസ്ഫുൾ മെയിനായിട്ട് കാർ ഡ്രൈവിങ്ങിൻ്റെ ഒരു ടൈമിൽ മാത്രമാണ്. പക്ഷേ നമ്മളത് യൂസ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നവരെ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ശരിക്കും അറിയത്തില്ല. നമ്മുടെ ഷിജു ആശാനാട്ടോ ശരിക്കും ഗൂഗിൾ മാപ്പ് നോക്കി എങ്ങനെ എത്താമെന്ന് നമ്മളെ പഠിപ്പിച്ച ഷിജു ചേട്ടനാണ് നമ്മുടെ ആശാൻ. അപ്പോൾ ആശാനെ ഈ നിമിഷത്തിൽ നമ്മൾ സ്മരിക്കുന്നു. ആശാന് ട്രാൻസ്ഫർ ആയിട്ടോ. ആശാൻ ECSC നിന്ന് PO3 ആയിരുന്നു. PO3 നിന്ന് മാറി ആശാൻ GTS കയറി. നമ്മുടെ ദീപു ചേട്ടൻ്റെ ഒക്കെ കൂട്ടത്തിൽ GTS ലൈനാണ്, അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉള്ള ചേസ്. അപ്പോൾ എന്താ പറഞ്ഞു വന്നത് നമ്മൾ അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സാറ്റലൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിപ്പം ഓക്കെ, ഇതിപ്പോൾ കിടക്കുന്നത് സാറ്റലൈറ്റ് മോഡല്ല കേട്ടോ. ഇപ്പോൾ കിടക്കുന്നത് നോർമൽ മോഡാണ്, സാറ്റലൈറ്റ് മോഡലല്ല ഇട്ടേക്കുന്നത്. പക്ഷേ നമുക്ക് ചില സമയങ്ങളിൽ നോർമലിൽ ഇട്ടത് കാരണം കൊണ്ടല്ല, ഡേറ്റ സേവിങ്ങിന് വേണ്ടിയും കൂടെ ഇട്ടതാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു മാസത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് 15 GB. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ കാര്യമാണ്. അപ്പം ചില സമയങ്ങളിൽ, അതായത് നമ്മൾ ചില ടൈമിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് പണി കിട്ടും. കാരണം നമുക്ക് ഓടി എത്താൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ആശാനെ ഓർക്കാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടികൾ പോകുന്നത്, അതായത് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ആ വഴി ഞാനും ആശാനും കൂടെ പണ്ട് ഇവിടെ ലോഡ് കയറ്റാൻ വന്നതാണ്. ലോഡ് കയറ്റാൻ വന്നപ്പോൾ ഇതല്ലായിരുന്നു ലൊക്കേഷൻ. ഈ ലൊക്കേഷനിലല്ലായിരുന്നു വരേണ്ടത്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ റൈറ്റ് പോകുമ്പോഴാണ് ആ കമ്പനി, അതായത് ആശാനും ഞാനും കൂടെ റോഡ് കയറ്റാൻ വന്ന കമ്പനിയാണ്. അവിടുന്ന് അവർ പേപ്പർ മാപ്പ് തന്നു. പിന്നെ ഞങ്ങളിത് ഈ വഴി കൂടെ പോയി. അപ്പോൾ ചില വഴി കൂടെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് ഓർക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഓർത്തുകൊണ്ട് ആശാൻ്റെ കാര്യം കൂടെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ആശാൻ നമ്മളെ ഗൂഗിൾ മാപ്പ് നോക്കുന്നത് പഠിപ്പിച്ച്. ഞങ്ങളങ്ങനെ ഈ റൂട്ടിൽ കൂടെ റൈറ്റ് പോയി കുറച്ചുകൂടെ പോയി കഴിയുമ്പോഴായിരുന്നു ലോഡ് കയറ്റേണ്ടതെന്ന്. അന്ന് ഞങ്ങൾ അവിടുന്ന് ലോഡ് കയറ്റിയില്ലെന്ന് തോന്നുന്നു. അല്ല, അന്ന് കയറ്റി. അന്ന് ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. നല്ലൊരു മീൻകറിയൊക്കെ വെച്ച്. ഇന്ന് അതുപോലെ തന്നെ സെയിം മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗൂഗിൾ മാപ്പിൻ്റെ കാര്യമാണ്. അപ്പം ഗൂഗിൾ മാപ്പ് സാറ്റലൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഡേറ്റ യൂസേജ് വരും, അതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത്. പക്ഷേ ബ്ലോക്ക് കാര്യങ്ങളോ ഉണ്ടെന്നുള്ളതെല്ലാം നോക്കാനായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ യൂസ്ഫുൾ ആകുന്നുണ്ട്. നമുക്ക് പല പല ആപ്പുകളുണ്ട് ഇവിടെ ഉപയോഗിക്കാനായിട്ട്. ഗൂഗിൾ മാപ്പ് അല്ലാതെ ട്രക്കിന് വേണ്ടി മാത്രം യൂറോവേഗ് അല്ലെങ്കിൽ അങ്ങനെ പല ആപ്പുകളുണ്ട്. നമ്മൾ കമ്പനിയുടെ യൂസ് ചെയ്യുന്ന ആപ്പിൻ്റെ പേര് സിജിക്ക് എന്നാണ്. സിജിക്ക് എന്ന് പറയുന്ന നാവിഗേഷൻ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടാബിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണമാണ്. ഒന്ന് നമ്മുടെ നാവിഗേഷൻ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പ്ലാനേഴ്സുമായിട്ടുള്ള നമ്മുടെ കോൺവെർസേഷൻ, അതായത് നമുക്ക് വിറ്റ്ലാൻഡ് ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് വഴിയാണ് നമ്മളെപ്പോഴും നമ്മുടെ പ്ലാനേഴ്സുമായിട്ട് ഒഫീഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഡെലിവറി ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ലോഡിങ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നത് ആ ആപ്പ് വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആപ്പും ടാബ് നമ്മളത് ഫിക്സ് ചെയ്ത് അവിടെ വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എടുക്കേണ്ട ഒരു യൂസ് വരെ, അതായത് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് കാണാനും കാര്യങ്ങൾക്കും എല്ലാം ഉള്ള ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മളങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. പിന്നെ അതിൽ കോളോ കാര്യങ്ങളൊന്നും വരത്തില്ല, കാരണം അതിൽ ആപ്പും ഇത് മാത്രമേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. വേറെ നമുക്ക് നേരത്തെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു സിനിമ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തിടായിരുന്നു. പക്ഷേ ഇപ്പം അതിലേക്ക് ഷെയറിങ് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, എന്തെങ്കിലും ഇതായിരിക്കും. അതുപോലെ അത് അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം അവർ നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ്, അപ്ഡേഷനും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഓർത്ത് ടെൻഷൻ വേണ്ട. ഈ സൂര്യപ്രകാശത്തിൻ്റെ കേട്ടോ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാത്തത്, പക്ഷേ എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പോൾ ഇതുണ്ടല്ലോ ഓരോ ടേണിങ് വരുമ്പോഴും കാര്യങ്ങളും എല്ലാം അത് കറക്റ്റായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സിജിക്ക് ആപ്പിൻ്റെ കാര്യങ്ങളെല്ലാം കാണിച്ച് നമ്മൾ പല വീഡിയോയിലും സിജിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടേൺ റൈറ്റ് ആണ്, അത് ആ പോണ്ട കൊളിൻ ഡോട്ടുമുണ്ട്, ആ സ്ഥലം കാണും, കണ്ടില്ല അവിടെ ബോർഡിലും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോവാം. നമുക്ക് പ്രയോറിറ്റി ഇല്ല കേട്ടോ, അവിടെ നിന്ന് ടേൺ ചെയ്ത് വരുന്നവർക്കാണ് പ്രയോറിറ്റി. അപ്പോൾ വണ്ടിയൊന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ എടുത്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ രണ്ട് മാപ്പിൻ്റെ കാര്യങ്ങൾ. ശരിക്കും കുറേ ദിവസം കൂടി കേട്ടോ ഈ ഒരു ഏരിയയിലേക്കൊക്കെ നമ്മൾ ട്രിപ്പ് വരുന്നത്. ഈ ലൈൻ കയറിയ പിന്നെ ഓട്ടം വളരെ കുറവായി, ശോകമായിരുന്നു. ഇങ്ങോട്ടൊക്കെ നമുക്ക് എത്താൻ പറ്റുന്നില്ലായിരുന്നു, കാരണം നമ്മൾ കുറേ ലോക്കൽ ഓട്ടങ്ങൾ കാര്യങ്ങളെല്ലാം ഈ ലൈനിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ മടുത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ ശരിക്കും മടുത്തെന്ന് പറയാം, ഓടി ഓടി മടുത്തെന്ന് പറയാം. കാരണം ഒരാഴ്ച തന്നെ നല്ല രീതിയിൽ കിലോമീറ്റർ കയറും ഇവിടെ ഈ ലൈനിൽ. നമ്മുടെ ലോങ് ഓടുന്ന ഡ്രൈവർമാരൊക്കെ ഉണ്ട് കേട്ടോ ഇതിലും കൂടുതൽ. എന്നാലും നമുക്ക് ഈ ഷട്ടിലടിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മടുപ്പാവും. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡാവും. കണ്ടെയ്നർ ഡ്രോപ്പ് പിക്കപ്പ്, ഇപ്പോൾ കണ്ടെയ്നർ ലൈനാണ് ഏത് ലൈനാണെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് നമുക്ക് ചിലപ്പോൾ മടുപ്പ് തോന്നും, മുഷിപ്പ് തോന്നും. ഇപ്പോൾ ശരിക്കും ഞാൻ മടുത്തു, അതുകൊണ്ടാണ് പറയുന്നത്. കാരണം നമ്മൾ മാക്സിമം ഓക്കെ ഉള്ള കാര്യങ്ങൾ ഓക്കെ എന്ന് പറയണമല്ലോ. കാരണം ഈ ഇരിപ്പ് കുറച്ച് ബുദ്ധിമുട്ടായി, പിന്നെ ബ്രേക്ക് ഇറങ്ങേണ്ട ടൈമായി, ഓൾറെഡി ഡ്യൂ ആയിട്ടുണ്ട് ബ്രേക്കിൻ്റെ ഒക്കെ. അപ്പോൾ ശരിക്കും നമ്മൾ കമ്പനിയിലൊക്കെ കയറുമ്പോൾ എങ്ങനെയാണെങ്കിലും 4 മാസം കൂടുമ്പോൾ ഇറങ്ങണം. 4 മാസം കൂടുമ്പോൾ ഇറങ്ങി ഒന്ന് റിലാക്സ് ചെയ്തിട്ടൊക്കെ വേണം. ഇതിപ്പോൾ നമുക്ക് കുറച്ച്, അതായത് ഫസ്റ്റ് ടൈം ആയത് കാരണം തന്നെ കുറച്ച് സ്ട്രഗിളിങ് വേണ്ടി വരും. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെ ആവും. എപ്പോഴും ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോരോ അനുഭവങ്ങളാണ്, ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ എല്ലാവരുടെ എക്സ്പീരിയൻസും അനുഭവങ്ങളും. അതുകൊണ്ട് നമുക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഒതുക്കാമെന്ന് തോന്നുന്നു കേട്ടോ. 2-2:30 ആകുമ്പോൾ ഒതുക്കാം. ഇറങ്ങിയൊരു 4 മണിക്കൂറൂടെ ഉള്ളൂ. ഇപ്പോൾ സമയം 12 1, 2, 3, 4 ആകുമ്പോൾ ഒതുക്കാം. നാല് മണിക്കൂറും കൂടെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 മണിക്കൂറും 42 മിനിറ്റുമാണ് നമ്മുടെ ഇത് കാണിക്കുന്നത്, സിജിക്ക് കാണിക്കുന്നത്, നമ്മളവിടെ പോർട്ടിലെത്താനായിട്ട്. അപ്പോൾ പോർട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടെയ്നർ ഡ്രോപ്പ് ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അതിൻ്റെ അടുത്ത്, പോർട്ടിൻ്റെ അടുത്ത് കിടക്കാനായിട്ട് നമുക്ക് പാർക്കിങ്ങുകളൊന്നുമില്ല, തൊട്ടടുത്തായിട്ട് പാർക്കിങ്ങുകളൊന്നുമില്ല. ഇല്ല പിന്നെ നമ്മൾ ട്രക്ക് വാഷ് പോകണം, അത് എക്സ്ട്രാ ആവും കിലോമീറ്റർ. അപ്പം അതിന് മുമ്പുള്ള, പോർട്ടിന് തൊട്ട് മുമ്പുള്ള ഒരു പാർക്കിങ്ങിൽ നമുക്ക് കയറ്റി ഒതുക്കാം, അതേ നടക്കത്തുള്ളൂ. കാരണം ഇന്ന് എന്നാണേലും അൺലോഡിങ് പറ്റത്തില്ല. അപ്പോൾ പിന്നെ വെറുതെ കിടന്ന് നമ്മൾ ഓടിയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആ ഒരു ആംബിയൻസ് ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വെച്ചാൽ, അതുപോലെ ആ സ്ഥലങ്ങളൊക്കെ. കാരണം ഇങ്ങോട്ട് വരാനൊക്കെ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നവരുണ്ട്. അവിടെ ഇന്ന് പോയപ്പോഴേക്കാണെങ്കിലും വീഡിയോ എടുക്കണമെന്ന്, പക്ഷേ മൈൻഡ് സെറ്റല്ല, അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത്.
പിന്നെ നേരത്തെയൊക്കെ നമ്മൾ റോഡിൽ പെട്ടു പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ടെൻഷനില്ല. ആരെങ്കിലും വിളിച്ചിട്ട് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഗൂഗിൾ ഷെയറിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ പലർക്കും കാണാം. അപ്പോൾ അതിൽ ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് ചോദിക്കണം ഇതിൽ ഹൈവേയിൽ ഒന്ന് എത്തിക്കാൻ എന്താ വഴി. അത് നെറ്റ്വർക്ക് തീരെ ഇല്ലാത്ത സമയം വരുമ്പോൾ കേട്ടോ. ചില സമയത്ത് നമുക്ക് ചില ഏരിയയിലൊന്നും പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടത്തില്ല, ഒട്ടും കാണത്തില്ല നെറ്റ്വർക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ലായിരുന്നു, എങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പോയി പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് നാളെ വെളുപ്പിനെ തന്നെ എടുക്കാം. ഒരു ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റ്. ഈ ആഴ്ചയെങ്കിലും ശനിയാഴ്ച കിടന്നുറങ്ങണം. ഓക്കെ. അതുപോലെ എല്ലാവരും ചോദിക്കുന്നതാണ് ഈ തൂക്കിയിട്ടിരിക്കുന്ന ഈ ഡ്രീം ക്യാച്ചർ എവിടുന്ന് മേടിച്ചാൽ. ഇത് എവിടുന്ന് മേടിച്ചല്ല കേട്ടോ, ഇതൊരു ചെടി മേടിച്ചിട്ട് അത് നേരെ തലകുത്തി ഇട്ടിട്ട് ആ ഫ്രണ്ടിൽ കിടക്കുന്ന ആ തത്തമ്മേനെ ഞാൻ മേടിച്ചതാണ്. തത്തമ്മേനെ മേടിച്ചത് അതിൻ്റെ പുറകിൽ ഒരു ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുത്ത കേട്ടോ ഈ ഡ്രീം ക്യാച്ചർ. ഒരു വെറൈറ്റി. പിന്നെ നമ്മൾ നമ്മുടെ ചെക്കനെ മാറാനായിട്ട് ഇനി ഏകദേശം 2 മാസം മിച്ചമുണ്ട്. മാറിക്കഴിയുമ്പം പുതിയ റൂട്ടുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പുതിയ വണ്ടി ആയിരിക്കാം ചിലപ്പം. പുതിയ വണ്ടി എന്ന് ഉദ്ദേശിച്ചത് പുത്തൻ വണ്ടി എന്നല്ല, വേറെ വണ്ടി ആയിരിക്കാം, വേറെ ലൈനായിരിക്കാം, ഒന്നും അറിയത്തില്ല നമുക്ക്. ഏതായാലും ഇത് ഇറങ്ങിയിട്ടല്ലേ അടുത്ത്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഒരു അടിപൊളി സ്ഥലം.